ഇപ്രാവശ്യം നാട്ടിലെത്തിയത് മുതൽ ഞങ്ങളുടെ ഓരോ യാത്രയിലും ഈ മഴയും കൂട്ടിനുണ്ട്. കരിങ്കല്ലത്താണി മുതൽ മൂന്നാറിലും വയനാട്ടിലും കണ്ണൂരിലും ഇതാ ഇപ്പോൾ ഞങ്ങളുടെ എയർപോർട്ടിലേക്കുള്ള യാത്രയിലും ഈ മഴ കൂട്ടിനുണ്ട്. എല്ലായ്പ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഉള്ള സന്തോഷമൊന്നും എനിക്കില്ല കേട്ടോ. അത് തിരിച്ചു പോകുന്നത് കൊണ്ടൊന്നുമല്ല, നാടിനേക്കാൾ എനിക്ക് ഏറെ ഇഷ്ടം യു എയിൽ ജീവിക്കാൻ തന്നെയാണ്. കാരണം അവിടെ കിട്ടുന്ന സേഫ്റ്റിയും ഫ്രീഡം ഒന്നും നമുക്ക് നാട്ടിൽ കിട്ടൂല. ഇതൊന്നുമല്ല, ഞാൻ നാട്ടിൽ വന്നിട്ട് ഉമ്മാമാൻ്റെ ഉപ്പാപ്പാൻ്റെ കൂടെ എനിക്ക് ഒരുപാട് നാളൊന്നും നിൽക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ കണ്ണൂരെ വീട്ടിൽ കുറച്ച് പണി നടക്കുകയായിരുന്നു. ആ പണി ടാക്സി പിടിച്ച് വിളിച്ചു വരുത്തിയത് ഞാൻ തന്നെയായിരുന്നു. 10 ദിവസം കൊണ്ട് തീർത്തരാം, ഞാൻ നാട്ടിൽ വരുന്ന മുമ്പ് തീർത്തരാം എന്നൊക്കെ പറഞ്ഞ വർക്ക് 1 മാസം കഴിഞ്ഞിട്ടും ഞാൻ നാട്ടിൽ നിന്ന് യു എയിൽ തിരിച്ചെത്തിയിട്ടും തീർന്നിട്ടില്ലായിരുന്നു. പക്ഷെ അതിനൊക്കെ ഞാൻ പകരം വീട്ടുന്നുണ്ട്. റിവെഞ്ച് അത് അടുത്ത വീഡിയോയിൽ. നമ്മുടെ കൂടെ കട്ടക്ക് സപ്പോർട്ടായി നിൽക്കാൻ ഒരു ലൈഫ് പാർട്ട്ണർ കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യും. അങ്ങനെ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഞങ്ങളുടെ ഫ്ലൈറ്റ് ഉയർന്നു പൊങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കട്ടക്ക് കൂടെ നിൽക്കുന്ന ലൈഫ് പാർട്ട്ണർ, ഏതിരുട്ടിനെയും വെളിച്ചാക്കി തരുന്ന ലൈഫ് പാർട്ട്ണർ. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. അങ്ങനെ നീണ്ട 3-4 മണിക്കൂറിന് ശേഷം അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ അൽഹംദുലില്ലാ ഞങ്ങൾ സേഫായി ലാൻഡ് ചെയ്തു. പോകുമ്പോഴും ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് പോയതും. പിക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ ഫ്രണ്ട് ലുത്ഫിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ നട്ടപ്പാതിരാക്ക് തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. കാരണം പിറ്റേന്ന് ആരിഫിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ടാറ്റ ബൈ. അടുത്ത വീഡിയോയിൽ അടുത്ത സർപ്രൈസായിട്ട് കാണാം.